അതിനുള്ള പ്രഥമ ദൃഷ്ടിയ മനസ്സിലാവുന്ന ഒരു അസ്വാഭാവികതയുണ്ട്. അത് ഞങ്ങൾ ബന്ധപ്പെട്ട വ്യക്തി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു അസ്വാഭാവികതയുടെ കാര്യം ഞങ്ങൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വി ഹാവ് ടു റെസ്പെക്ട് ദ പ്രൈവസി ഓഫ് ദ വിക്ടിം. അസ്വാഭാവികതയുണ്ട് മരണത്തിൽ. അത് കാര്യമായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, പ്രതിയിലോട്ടേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. തുടർന്ന് തന്നെ പെട്ടെന്ന് തന്നെ ട്രെയിനിൽ നിന്ന് വീണ് പരക്കിയേറ്റതിന്റെ ഒരു അതല്ല, ഇവിടെ വന്നിട്ട് തന്നെ നടന്നതായിരിക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. സോ അതിനായിട്ടുള്ള എവിഡൻസസും അതിനായിട്ടുള്ള നടന്നിട്ടുള്ള ഒരു സബ്സിക്വന്റ് കണ്ടക്റ്റും അതുപോലെ തന്നെ പ്രീവിയസ് കണ്ടക്റ്റിന്റെയും കുറച്ച് എവിഡൻസസ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പരിക്കായിട്ടുള്ളത് ദേഹത്ത്, മുഖത്താണ് കൂടുതലായിട്ട് പരിക്ക് കാണുന്നത്. തുടർ കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളെല്ലാം അതെല്ലാം ഇൻവെസ്റ്റിഗേഷനിൽ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. അത് TMന്റെ ശേഷം മാത്രമേ നമുക്കൊരു ആധികാരികതയിലൂടെ അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. അതിപ്പോ എങ്ങനെ പറയാൻ പറ്റും നമുക്ക്? ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ ബന്ധുക്കളായിട്ട് സംസാരിച്ചു, അതെല്ലാം വി ഹാവ് ടു റെസ്പെക്ട് ദം. സോ അതൊന്നും പറയാൻ പറ്റില്ല. അസ്വാഭാവികതയുണ്ട്, വ്യക്തമായിട്ടുള്ള അസ്വാഭാവികതയുണ്ട്. അത് ഞങ്ങള് നോക്കുന്നുണ്ട്. You'll get to know in the meantime. So now let the process continue. We'll get back to you. Okay. ബ്ലഡ് സ്റ്റെയിൻ ഇവിടെയുണ്ട്. ഒരു കുറച്ച് എവിഡൻസസ് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ അതൊന്നും ഇപ്പോ വെരിഫൈ ചെയ്ത് പറയാൻ കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റത്തില്ല. ബട്ട് അസ്വാഭാവികതയുണ്ട്. അതെ, അതും കൂടി അസ്വാഭാവികത ആണ്. വേറെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. സോ ലീവ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.